പാലക്കാട് ജില്ലയിലെ വികസനവുമായി ബന്ധപ്പെട്ട് പൊള്ളയായ വാദങ്ങളുമായി ബി.ജെ.പി. പാലക്കാട് കേന്ദ്ര സർക്കാരാണ് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി അനുവദിച്ചത് എന്ന വാദമാണ് ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ അടക്കമുള്ള നേതാക്കൾ ഉന്നയിക്കുന്നത്. എന്നാൽ ഒന്നാം പിണറായി വിജയൻ സർക്കാരാണ് പാലക്കാട് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി അടക്കമുള്ള പദ്ധതിക്കുള്ള വികസന പ്രവർത്തനങ്ങൾ തുടങ്ങിയതെന്ന് സി.പി.എം ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം പാലക്കാട് ജില്ലയിലെ വികസനവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രചരണമാണ് ബി.ജെ.പി. നടത്തിയത്. ജില്ലയിൽ സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ വികസനങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റേതാണ് എന്ന രീതിയിലായിരുന്നു പ്രചാരണം. ഒന്നാം പിണറായി വിജയൻ സർക്കാർ പാലക്കാട് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി ആരംഭിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു. സ്ഥലം ഏറ്റെടുക്കൽ 2023 ജൂണിൽ പൂർത്തീകരിച്ചു. കഴിഞ്ഞ ബുധനാഴ്ച കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ലഭിച്ചതിനെയാണ് ബി.ജെ.പി. രാഷ്ട്രീയവൽക്കരിക്കുന്നത്. വെറുതെ വികസനവാദങ്ങൾ മാത്രം ഉന്നയിച്ച് ജനങ്ങളെ പറ്റിക്കുകയാണ് ബി.ജെ.പി. എന്ന് സി.പി.ഐ.എം പാലക്കാട് ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു പറഞ്ഞു. ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി ഇവിടെ ഇലക്ഷൻ സമയത്ത് പറഞ്ഞത് എയിംസ് പാലക്കാട് എന്ന് പറഞ്ഞിട്ടാണ് പ്രചരണം നടത്തിയത്. അതിനല്ലേ ഉത്തരം പറയണ്ടേ? ദൈനംദിനം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു പാർട്ടി എന്ന നിലയ്ക്ക് ജനങ്ങളോടുള്ള ഉത്തരവാദിത്വമില്ലേ? വെറുതെ തെരഞ്ഞെടുപ്പ് സമയത്ത് വാഗ്ദാനം പറഞ്ഞുകൊണ്ട് പോകുന്നതാണോ? ബി.ജെ.പി. 3200 കോടിയിൽ 33,000 കോടി രൂപയുടെ വികസനം പറയും. പക്ഷെ അതൊന്നും നമ്മുടെ നാട്ടിൽ വരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പാലക്കാട് ജില്ലയുടെ വികസന ആവശ്യങ്ങൾ ചർച്ച ചെയ്യാനെന്ന പേരിൽ സംഘടിപ്പിച്ച ബി.ജെ.പി. പ്രസിഡന്റ് ജെ.പി. നദ്ദയുടെ പരിപാടി തീർത്തും പ്രഹസനമായി. പാലക്കാട്ടെ പൗരപ്രമുഖരുടെ ചർച്ച പൂർണ്ണമായും രാഷ്ട്രീയ പ്രസംഗം മാത്രമാക്കി. തുടക്കത്തിൽ രാഷ്ട്രീയ ചായ്വ് വരാതിരിക്കാൻ നദ്ദയുടെ പദവി ബി.ജെ.പി. പ്രസിഡന്റ് എന്ന് വെക്കാതെ കേന്ദ്രമന്ത്രി എന്ന് മാത്രം പറഞ്ഞുകൊണ്ടാണ് ക്ഷണക്കത്തടിച്ചത്. പാലക്കാടൻ വികസന ചർച്ച എന്ന നിലയിൽ സംഘടിപ്പിച്ച പരിപാടിയാണ് പരാജയപ്പെട്ടത്. സച്ചിൻ വള്ളിക്കാട്, കൈരളി ന്യൂസ്, പാലക്കാട്.